ഓക്കെ, പുതിയൊരു സെഷനിലോട്ട് സ്വാഗതം. 15 മിനിറ്റുള്ള സെഷനാണ്. ഓക്കെ, ഫോക്കസ് ചെയ്യുക ഫുൾ ടൈം. പിന്നെ മൈൻഡ് എപ്പോൾ ആണെങ്കിലും ട്രിഗർ ആവാം റിവഞ്ചൊക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ബൈ എടുക്കായിരുന്നു, സപ്പോർട്ടിലാണ്, പക്ഷെ ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഈ സെഷൻ തുടങ്ങിയിട്ടില്ല, ഒന്നും നോക്കാൻ പറ്റത്തില്ല. പിന്നെ ഇത് അതായത് 1 to 4 ആണ് നമ്മളുടെ എൻട്രി സൈസ്. മാക്സിമം 4 ട്രേഡ്സ് ഇൻ എ പെയർ അറ്റ് എ ടൈം. അതിൽ കൂടുതൽ എടുക്കരുത് എന്ന് വെച്ചാൽ ചെറിയ ക്യാപിറ്റലുള്ളൂ. അപ്പോൾ 4 ട്രേഡൊക്കെ എടുത്താൽ മതി. എല്ലാം കൂടിയും ഒരു പെയറിൽ കൊണ്ടിട്ട് കളയുന്നതിൽ നല്ലത് പല സമയത്ത് പല പെയറിലായിട്ട് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ലോട്ട് സൈസുകൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രോബബിലിറ്റി വിന്നിങ് ചാൻസ് കൂടുതലാണ് നമുക്ക്. ഒരു പെയറിൽ അറ്റ് എ ടൈം എൻട്രി ചെയ്ത് എല്ലാം കൂടെ എൻട്രി ചെയ്തത് നഷ്ടപ്പെടുത്താതിരിക്കുക. പിന്നെ മാക്സിമം ഒരു പെയറിൽ 2 ലോസ് അടുപ്പിച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ പെയർ ചേഞ്ച് ചെയ്യുക. അങ്ങനെ നമുക്ക് നോക്കാം. ഇവിടെ ബൈ ചെയ്യാതിരുന്ന നന്നായില്ലേ. റെസിസ്റ്റൻസിലാണത് നിൽക്കുന്നത്. ഇപ്പോൾ നോക്കാം. ഫോക്കസ് പോ. ഇല്ല, ബൈയിങ് ഓപ്ഷൻ ഇല്ല ഇവിടെ. കുറച്ച് പേഴ്സ് ഇങ്ങനെ നോക്കേ മാറി മാറി താഴേക്ക് നോക്കാം. മൊബൈലിൽ നിന്ന് ട്രേഡ് ചെയ്യുന്നത്, അപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നല്ല രക്ഷപ്പെടും. മാറ്റി മാറ്റി ഇവിടെയും അങ്ങനെ ഒരു ഓപ്ഷനൊന്നും കാണുന്നില്ല. ഇവിടെ സപ്പോർട്ടുണ്ട്. സപ്പോർട്ട് ഉണ്ടായിരുന്നു, സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു ഓൾറെഡി. സെല്ല് ചെയ്യണ്ട, വേറെ നോക്കാം. ഈ ഭാഗത്തൊരു റെസിസ്റ്റൻസ് ഉണ്ട്, ഡൗൺ ട്രെൻഡാണ് അല്ലേ? ഏകദേശം അവിടെ തന്നെ നടന്ന് കളിക്കണം. ചെയ്യാൻ പറ്റില്ല, അവിടെ വേറെ നോക്കാം. ഇത് ബ്രേക്ക് ചെയ്തു ആ റെസിസ്റ്റൻസ്. ഈ അടുത്ത റെസിസ്റ്റൻസ് എന്ന് പറയാനായിട്ട് ഇടാം. ഓക്കെ, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. ഇനിയും മേളിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ബൈ ചെയ്യണോ? ചെയ്യണോ? ബൈ ചെയ്യണോ? പക്ഷെ ഇവിടെ ബൈ ചെയ്യണമെന്നുണ്ട്, പക്ഷെ എന്താ ഭയങ്കര ഫ്ലക്ച്വേഷൻ ഉണ്ടായിരുന്നു ഈ പെയറിൽ. അപ്പോൾ റിസ്ക്കാണ് ബൈ ചെയ്താൽ. നമുക്ക് വെയിറ്റ് ചെയ്യാം, നമുക്ക് എന്തെങ്കിലും വാച്ച് ചെയ്യാമല്ലോ, നോക്കാമല്ലോ. കുഴപ്പമില്ല, മുന്നോട്ട് പോയിക്കോട്ടെ. ഉണ്ടോ അവിടെ കിടന്ന് ഇങ്ങനെ കളിക്കണം. എക്സ്ട്രീം ഫോക്കസ് വേണം ബ്രോ, ഫോക്കസ് ചെയ്യ്.
ഇവിടെ സെല്ല് ചെയ്യാമെന്നൊക്കെ ഞാൻ വിചാരിച്ചു, പക്ഷെ നെഗ്ലക്റ്റ് ചെയ്തു. ഓക്കെ, വെയിറ്റ് ചെയ്യാം. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഇവിടെ ബൈ ചെയ്യാതിരുന്ന നന്നായി. ഓപ്പർച്യൂണിറ്റി ഇല്ലാണ്ട് നമ്മൾ ഫോഴ്സ്ഫുള്ളി എൻ്റർ ചെയ്തിട്ട് എന്തിനാ? ഞാൻ ഈ വീഡിയോ റോ ആയിട്ട് എഡിറ്റ് ചെയ്യാതെ അപ്ലോഡ് ചെയ്യുള്ളൂ. ഇത് കണ്ട് നിങ്ങൾക്കും പേഷ്യൻസ് വരട്ടെ. എഡിറ്റ് ചെയ്ത് പ്രോഫിറ്റ് മാത്രം കാണിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ട് നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ പേഷ്യൻസ് ഒന്നും വെക്കില്ല. ഇതിപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് എൻട്രീസൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്തെടുക്കണമെന്നുള്ളത് മനസ്സിലാക്കുക. നമ്മളുടെ റിവഞ്ച് എപ്പോഴാണ് ആക്റ്റീവ് ചെയ്യണമെന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കുക. ഇത് വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവില്ല. ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടാം. അവർക്ക് ഇപ്പം ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ അവർക്ക് കണക്റ്റ് ആയേക്കാം. അവർക്ക് ഇത് ആസ്വദിക്കാൻ, കുറച്ച് പേർക്ക് ആസ്വദിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വലിയ കാര്യം. ഈ ട്രെൻഡ് ലൈനിലോട്ട് വന്നില്ല. ഇവിടെ ടച്ച് ചെയ്യാൻ വേണ്ടി വരേണ്ടതാണ്. പക്ഷെ ഞാൻ സെല്ല് ചെയ്യണമെന്നുണ്ട്. ഞാൻ എടുക്കുന്നില്ല. വെയിറ്റ് ചെയ്യാം. ഓപ്പർച്യൂണിറ്റി. സെല്ല് ചെയ്ത് അതെന്താണെന്ന് പറഞ്ഞുതരാം. ആക്ച്വലി കുറച്ച് നേരമായിട്ട് ഇത് ഡൗൺ ട്രെൻഡാണല്ലോ ഇങ്ങനെ. അപ്പോൾ ഇവിടെ ഇത്രയും വലിയ വിക്ക് വന്നിട്ടുണ്ടോ ഈ സപ്പോർട്ടിന് താഴേക്ക്. അപ്പോൾ ആ വിക്ക് ആക്ച്വലി അവിടെ സെല്ലേഴ്സ് ഉണ്ട്. ആ വിക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ മേളിലോട്ട് വന്ന ഗ്രീൻ ക്യാൻഡിൽ മേ ബി ഫേക്ക് ആവാം. ഓക്കെ, ഇപ്പോൾ 30 സെക്കൻഡായി ഈ ട്രേഡിൻ്റെ. അപ്പോൾ 30 സെക്കൻഡ് നമ്മളുടെ ഡിസിഷൻ കറക്റ്റായില്ലേ, അത് തന്നെ വലിയ കാര്യം. ഇപ്പോൾ ലാസ്റ്റ് സെക്കൻഡിൽ ഇത് ലോസിലോട്ട് പോവാം. അപ്പോൾ മൈൻഡ് ഔട്ട് ആവാതിരിക്കുക. നമ്മൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് മൈൻഡ് പിടിച്ചു നിർത്താനാണ്. ലാസ്റ്റ് നിമിഷം ലോസിലോട്ട് പോകാം, ഇറ്റ്സ് ഓക്കെ. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന 1000 ട്രേഡുകളിൽ ഒന്ന് മാത്രമാണിത്. ലോസ് ആവണമെങ്കിൽ ആയിക്കോട്ടെ, നമുക്ക് ഇനിയും അവസരങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനസ്സിനെ പിടിച്ചു നിർത്തുക. അവസാന നിമിഷം ലോസിലോട്ട് പോകും, വിഷമിക്കരുത്. ഓക്കെ, എടുക്കണം, മൾട്ടിപ്പിൾ എടുക്കണം സെല്ല്. അത് നമുക്ക് കിട്ടിയാണ് കേട്ടോ, ലാസ്റ്റ് സെക്കൻഡിലാണ് കണ്ട. അപ്പോൾ അത് നമ്മൾ സെല്ല് ചെയ്യുന്നത് കറക്റ്റ് സമയത്ത് തന്നെയായിരുന്നു. നോക്കി ഏറ്റവും മുകൾ ഭാഗത്തായിട്ടാണ് സെല്ല് ചെയ്തേക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് അത് ഭാഗ്യമില്ല. എനിക്ക് മൾട്ടിപ്പിൾ എടുക്കണമെന്നൊക്കെ ഇങ്ങനെ തോന്നിയായിരുന്നു, പക്ഷെ അതിനെ നമ്മൾ കൺട്രോൾ ചെയ്തു. ഒന്നുകൂടി നോക്കട്ടെ. ഇതാണ് ഡൗൺ ട്രെൻഡാണ്. അത് നോക്കിയേ, എടാ കള്ള. എടുക്കണമെന്നുണ്ട്, പക്ഷേ നമ്മൾ ചേസ് ചെയ്യുന്ന പോലെ ആയിപ്പോകരുതല്ലോ. നമുക്ക് അനാലിസിസ് നടത്താം, എന്നിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം, അത്രേ ഉള്ളൂ. ഇവിടെ ട്രെൻഡ് ലൈൻ ഉണ്ട്. ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യാനും ചാൻസ് ഉണ്ട്. വേണ്ട, ഇവിടെ വേറെ നോക്കാം തൽക്കാലം. ഓക്കെ, എന്നിട്ട് ഇങ്ങോട്ട് വരാം. The hardest part of trading is controlling our emotion. കൺട്രോൾ ചെയ്യുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ
നമ്മുടെ ഇമോഷൻ വരുന്നതനുസരിച്ചിട്ട് നമ്മൾ റിയാക്റ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അയാളെ ഇടിക്കാം. അല്ലെങ്കിൽ വീട്ടിൽ ഒറ്റയ്ക്ക് വെക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരികയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം ഇങ്ങനെ ലോസൊക്കെ കഴിയുമ്പോൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എറിഞ്ഞ് പൊട്ടിക്കാം. അപ്പോൾ ആ റിയാക്ഷൻ നമ്മൾ കൺട്രോൾ ചെയ്യുക. നമ്മളുടെ ഇപ്പോൾ ഈ ട്രേഡ് ഒരു ലോസിന് ശേഷം ഒരു ട്രേഡ് വീണ്ടും എടുക്കുക എന്നുള്ളത്, അപ്പം തന്നെ എടുക്കുക എന്നുള്ളത് നമ്മളുടെ റിയാക്ഷനാണ്. അത് നമ്മൾ കൺട്രോൾ ചെയ്ത് ശ്രദ്ധിക്കുക. എന്താണ് ഇവിടെ ഞാൻ സെല്ല് വിചാരിച്ചിരുന്നതാണ് നേരത്തെ. ഇത് ആക്ച്വലി മറ്റൊരു ട്രെൻഡ് ലൈൻ, നല്ല ട്രെൻഡ് ലൈനായിരുന്നു. പക്ഷെ അത് ഇങ്ങനെ ഒറ്റടി വന്ന് ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോയി. അതിനെ ട്രെൻഡ് ലൈനെ റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല ഇവിടുത്തെ പാറ്റേൺ. നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തു. ഒരു അബദ്ധം പറ്റി. നമ്മളെടുത്തത് 2 മിനിറ്റ് ട്രേഡാണ്. ഞാൻ 1 മിനിറ്റാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഇത് ഉറപ്പില്ല കേട്ടോ. കുറച്ച് ട്രേഡ് കിട്ടി, ഒരെണ്ണം ലോസായി, ബാക്കി കിട്ടി. ഉഷ്ണം. Okay, luckily we got some profit. ഇവിടെ ഒരു ചേസ് ചെയ്യണ്ട, പേര് വേറെ നോക്കാം. ഭയങ്കര വരുന്നല്ലേ. ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അത് ബ്രേക്ക് ചെയ്ത് മേലോട്ട് കുറച്ച്. ഞാനൊരു ട്രേഡ് എടുത്തു. എനിക്കത് ബ്രേക്ക് ഔട്ടാണോ അത് അങ്ങനെ തോന്നി.
ഓക്കെ, നമ്മുടെ അനാലിസിസ് കറക്റ്റായി. പക്ഷെ എന്നാലും ഭയങ്കര എക്സ്ട്രീമായിരുന്നു. നമ്മുടെ ജഡ്ജ്മെൻറ്റിനെ തെറ്റിക്കുന്ന രീതിയിലുള്ള മൂവ്മെൻറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. സംഭവം നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ നമ്മളുടെ സൈഡിൽ പ്രോബബിലിറ്റി വർക്കായി. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുമെന്നൊക്കെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്തിരുന്നു. പക്ഷെ ഇവിടെ മൂവ്മെൻറ്റ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നു. അപ്പോൾ നമ്മളതിൽ പാനിക്കായി പോയില്ല. ഓക്കെ, എനിവേ നമ്മൾ ഈ സെഷൻ പ്രോഫിറ്റിൽ എൻഡ് ചെയ്തു. അപ്പോൾ ഈ പെയറിലാണ് മെയിനായിട്ട് ഇന്ന് കൂടുതൽ ഈ സെഷനിൽ ട്രേഡ് എടുത്തത്. ഓക്കെ, പിന്നെ ഒരു സമയം കഴിഞ്ഞു, 15 മിനിറ്റ് കഴിഞ്ഞു, സെഷൻ തീർന്നു. അപ്പോൾ ഇനി അടുത്ത സെഷനിൽ കാണാം.